ഇതേ 2-3 ദിവസം കൊണ്ട് പറയാൻ കേട്ടോ ചീര താളിച്ചത് ഉണ്ടാക്കിയിട്ട് ചോറ് താമ്മേന്ന്. അപ്പോൾ ചീര കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ താഴെ തന്നെ കോമ്പൗണ്ടിനകത്ത് മുരിങ്ങയില ഉണ്ടായിരുന്നു കേട്ടോ. മോനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വരുമ്പോൾ കുറച്ച് മുരിങ്ങയിലയും പറിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അവനാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ചുറ്റിക്കറങ്ങി കുറച്ച് നേരം നടക്കും. അപ്പോൾ ആ നേരം കൊണ്ട് പെട്ടെന്ന് തന്നെ മുരിങ്ങയില താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ചോറുണ്ണാൻ വല്ലാത്ത മടിയാണ് കേട്ടോ അവന്. അപ്പോൾ അവന് ഇഷ്ടമുള്ള കറികളാകുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ കഴിച്ചോളും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ മുരിങ്ങയിലൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ചു, 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതേ വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതേ പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേ ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് മെയിൻ താരം എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മുരിങ്ങയില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മുരിങ്ങയില ഇട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ മുരിങ്ങയില താളിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സംഭവം കാണുമ്പം കൊള്ളില്ല എന്ന് തോന്നും, പക്ഷേ ഇത് കഴിച്ച് നോക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഒരു മുട്ട ഓംലെറ്റും കൂടി ഉണ്ടാക്കി കൊടുത്താൽ അവന് ചോറ് കൊടുത്തപ്പോൾ അവൻ സന്തോഷമായിട്ടാ.